ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിൽ പൂവിൽ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ സച്ചി രേവതി നല്ല കട്ടക്കലിപ്പിലാണല്ലേ. കലിപ്പെന്ന് പറഞ്ഞാൽ പോരാ, രണ്ടുപേരും പരസ്പരം കണ്ട പോലും മിണ്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, സച്ചിയും രേവതിയും മാത്രമല്ല ശ്രുതിയുടെയും വർഷയുടെയും ശ്രീകാന്തിൻ്റെ ലൈഫിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ. ശ്രീകാന്തിൻ്റെ ശ്രുതിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞാൽ മഹിമയാണ്. മധുസൂദൻ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് വർഷം അദ്ദേഹത്തിന് ടൂർ പോകാനുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ഇത്തവണ ടൂർ പോകാനായിട്ട് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. ഈ ഒരു ടിക്കറ്റുമായിട്ട് മഹിമ വർഷയെ കാണാൻ വരികയും, ഇത്തവണ ഞങ്ങൾ പോകുന്നില്ല, നിങ്ങൾ എന്തായാലും ഇതുവരെ ഹണിമൂണൊന്നും പോയില്ല, അതുകൊണ്ട് ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്തോളാൻ പറഞ്ഞിട്ട് മഹിമ ഈ ടിക്കറ്റ് വർഷയ്ക്ക് കൊണ്ട് കൊടുക്കണം. എന്നാൽ വർഷ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രീകാന്തിനോട് പറയുന്നത് ഇങ്ങനെയാണ്: അമ്മ എന്നെ കാണാൻ വന്നിരുന്നു, അമ്മ ടൂർ പോകുന്നതിന് വേണ്ടിയിട്ട് 2 ടിക്കറ്റ് എനിക്ക് വന്നു, അതിനുവേണ്ടി വലിയ ചിലവൊന്നുമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് പോയി കൊടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും ആ ടൂർ പാക്കേജിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വർഷ പറയുന്ന സമയത്ത് ശ്രീകാന്തിനെ കൊച്ചാക്കുന്ന രീതിക്ക് ശ്രീകാന്തിന് തോന്നുന്നുണ്ട്. അതായത് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ല, സ്വന്തം ഭാര്യയെ പോലും നോക്കാൻ കഴിവില്ലാത്തവനാണ് എന്നൊരു രീതിയാവും ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ആ ഒരു സമയത്ത് വർഷയുമായിട്ട് പിണങ്ങിയിട്ടാണ് ടെറസിന്റെ മുകളിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ശ്രുതിയുടെ കാര്യം അറിയാമല്ലോ, ഇവരുടെ പിണക്കത്തിന് കാരണം നമ്മുടെ ശ്രുതി തന്നെയാണ്. ശ്രുതി സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോകുന്നില്ല, ഇപ്പൊ നിലവിൽ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ടാണ് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവരുടെ ഇടയ്ക്കും. അങ്ങനെ ടെറസിന്റെ മുകളിലേക്ക് 3 സഹോദരന്മാരും കൂടി ഒന്നിക്കാന്ന് പറഞ്ഞാൽ പോരാ, പഴയകാല ഓർമ്മകൾ എന്ന വണ്ണം 3 പേര് ഓടിക്കളിക്കുകയും പരസ്പരം ഇക്കള് കൂട്ടുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡാണ്. അതിനിടയിൽ തന്നെ നമ്മുടെ സച്ചി രേവതിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി എല്ലാം തുറന്നു പറയാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി ഒന്നും തന്നെ തുറന്നു പറയാൻ പോകുന്നില്ല കേട്ടോ. ഇതിനിടയിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് തന്റെ കാറ് വിൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, ഇതിനെല്ലാം പ്രശ്നം തുടക്കമിടുന്നത് നമ്മുടെ ശരത്താണല്ലേ. ശരത്ത് ആന്റണിയെ കൂട്ടിക്കൊണ്ട് ആ കാർ സ്റ്റാൻഡിലേക്ക് വന്നതിന്റെ പുറകെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മഹേഷിന്റെ ബൈജുവിന്റെ ഒക്കെ കാർ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഭീഷണിപ്പെടുന്നത്. അതിന്റെ പിന്നാലെ, അതായത് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തന്റെ സുഹൃത്തുക്കളെ താൻ കാരണം ഒരു നഷ്ടം സംഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് സച്ചി കാറ് വിൽക്കുന്നത്. ആ കാറ് വിൽക്കുന്ന കാര്യം, അപ്പൊ ആ കാറ് വിറ്റ കാര്യം വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല എന്നത് മഹേഷിനോടായിട്ട് തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു വിവരം രേവതിയും അച്ഛനും ഒരിക്കലും അറിയരുതെന്നും മഹേഷിനോടായിട്ട് സച്ചി പറയുന്നുണ്ടല്ലേ. എന്നാൽ ഈ ഒരു സത്യം, അതായത് നമ്മുടെ സച്ചി കാറ് വിറ്റു എന്നുള്ള സത്യം വീട്ടിലെല്ലാവരും തന്നെ അറിയുന്നുണ്ട്. അത് ആദ്യം പറയുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. എന്നാൽ രേവതി ഈ ഒരു കാര്യം വീട്ടിൽ വന്ന് പറയുന്നില്ല, സച്ചിയോട് മാത്രമായി ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ശ്രുതി സച്ചിയുടെ കാർ നഷ്ടപ്പെട്ട് സച്ചി ഓട്ടോയാണ് ഓടിക്കുന്നതെന്നുള്ള സത്യാവസ്ഥ ചന്ദ്രയോട് വന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര വലിയ കാര്യമായിട്ടൊന്നും മൈൻഡൊന്നും ചെയ്യാൻ പോകുന്നില്ല, സച്ചിയുടെ കാര്യമല്ലേ, അപ്പോൾ അവനെ എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ആൻറ്റിയുടെ എങ്ങനെ ശരിയാവുക, ആൻറ്റിയുടെ വീടിൻ്റെ ആദരം പണയം വെച്ചിട്ടല്ലേ അങ്കിള് സച്ചിക്ക് 2ാമത് വണ്ടി എടുത്തു കൊടുത്തേ, അപ്പോൾ സച്ചി അങ്ങനെ വണ്ടി വിറ്റു എന്നാണെങ്കിൽ അതിൻ്റെ പങ്ക് ആൻറ്റിക്കല്ലേ വരേണ്ടത്, അല്ലാതെ അത് എവിടെ പോയി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ്. അവസാനം ചന്ദ്ര ഈ ഒരു രവിയോട് പറയുകയും രവി സച്ചി വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തൻ്റെ കാറ് വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സച്ചി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് കാറ് വിറ്റതെന്ന് സച്ചി തുറന്നു പറയുന്നില്ല കേട്ടോ. കാരണം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ശരത്തിൻ്റെ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും, വീണ്ടും വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സച്ചി ആ ഒരു കാര്യം പറയുന്നില്ല. ആ ഒരു കാര്യം പിന്നീട് സമയമുള്ളപ്പോൾ അച്ഛനോട് ഞാൻ തുറന്നു പറയാം, സച്ചി ആരെയും ഉപദ്രവിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യില്ല എന്ന് അച്ഛൻ അറിയാമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. രേവതി സച്ചി ഓട്ടോയൊക്കെ ഓടിച്ചു വരുന്നത് കണ്ടുവെങ്കിലും കാറ് വിറ്റു എന്നുള്ള സത്യം ആ ഒരു സമയത്താണ് അറിയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാട്ടോ. നമ്മുടെ സച്ചി രേവതി ഈ പിണക്കത്തിനിടയിലും നല്ല അടിപൊളിയായിട്ടൊരു സൂപ്പർ എപ്പിസോഡ് വരാനുണ്ട്. അതായത് രണ്ടുപേരും പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെ ഇണക്കത്തിലേക്ക് ആകുന്ന ഒരു ഭാഗമാണ് അത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്, 500 പൂമാലയുടെ ഓർഡർ കിട്ടുകയാണ്. അതും 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പൂക്കളൊക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചിയോടാണ് ഓട്ടം വരാൻ പറയുന്നത്. അങ്ങനെ സച്ചിയുമായിട്ട് ഓട്ടത്തിനൊക്കെ പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, പൂക്കളൊക്കെ ഞാൻ കെട്ടിത്തരാം, പക്ഷെ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ കൂടെ പലയിടങ്ങളിൽ വരേണ്ടിയും വരും, മാത്രമല്ല എനിക്കറിയാവുന്ന 2-3 ചേച്ചിമാരെ ഇവിടെ നിർത്തേണ്ടി വരും, അവർക്ക് ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയെ സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് നമ്മൾ രേവതി പറയുന്നത്, ദേവു ആ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്, അവളെയും കൂടെ കൂട്ടി വേണം പോകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേവുവിൻ്റെ അടുത്തുകൊണ്ട് വണ്ടി നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് 500 പൂമാലകൾ ഓർഡർ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കളും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഓട്ടം നിറച്ച് തിങ്ങിയിരിക്കാണ്ട് ആകെ ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റും ഉള്ളൂ. ഇത് കാണുന്ന സമയത്ത് ദേവ് പറയുന്നുണ്ട്, ചേച്ചി ഞാനിനിയിപ്പോൾ എവിടെ കയറിയിരിക്കാനെന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒതുങ്ങിയിരിക്കുക, നീ ഇവിടെ ഇരുന്നോളാൻ പറയാണ് കേട്ടോ രേവതി. ഈ ഒരു സമയത്ത് രേണു പറയുന്നുണ്ട്, എവിടെ ഒതുങ്ങിയിരിക്കാനാ പറയുന്നത്, പൂക്കളെല്ലാം തന്നെ മോശമായി പോകും, ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിക്കുകയെന്ന് ദേവു പറയാണ്ട. വേഗത്തിന് സച്ചി പറയാം, അത് നല്ല കാര്യം ദേവു ഓട്ടോയിൽ കയറിയിരുന്നു, അവൾ നടന്നു വന്നോളുമെന്ന് നമ്മുടെ സച്ചി പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയണം, ഞാൻ നടക്കാൻ അവിടെ വരെയോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ദേവു, നീ എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഒതുങ്ങി തരാമെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും
ദേവ് പറയുകയാണ് അതൊന്നും പറ്റില്ല ചേച്ചി, നമ്മൾ രണ്ടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പൂക്കൾ എന്തായാലും ചീത്തയാവുന്നുള്ള ഉറപ്പാണ്. ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടല്ലോ, സാധാരണ ഓട്ടോയിലൊക്കെ കയറുന്ന സമയത്ത് ബാക്ക് സീറ്റ് ഫുൾ ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഓട്ടോക്കാരൻ്റെ സൈഡിലായിട്ട് ഇരിക്കാറില്ല, ചേച്ചിക്ക് ധൈര്യമായിട്ട് സച്ചിൻ്റെ അടുത്ത് ഇരിക്കാമല്ലോ എന്നൊക്കെ ദേവ് പറയുമ്പോഴത്തേക്കും രേവതിയും അടിച്ചു നിൽക്കാട്ടെ. രേവതി മാത്രമല്ല സച്ചിയും പറയുന്നുണ്ട് ഇവളെ ഞാൻ എൻ്റെ കൂടെ കയറ്റണം, പറ്റില്ല എന്നൊക്കെ പറയാണ്. വേഗം തന്നെ ദേവ് പറയുന്നത് എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലണം. രേവതി ചേച്ചി സച്ചിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് വേണ്ട വേണ്ട പോലീസ് പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് അവിടെ വരെ പോയാൽ പോരെ സച്ചിയേട്ട, ചേച്ചിനൊന്ന് ഇരുത്ത് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് ദേഷ്യം കാണിച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. രേവതി ആണെങ്കിലും പതുക്കെ പതുക്കെ നിരങ്ങി സച്ചിനെ ഒരു മൂലയിലേക്ക് ആക്കുന്ന സമയത്ത് സച്ചി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയണം എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ വണ്ടി ഓടിച്ചു, നീയല്ലേ ഇപ്പോൾ ഡ്രൈവർ സീറ്റ് ഫുള്ള് ഇരിക്കുന്നത്, നീ ഓടിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ആകെ ചമ്മിപ്പോവും കേട്ടോ. വേഗം തന്നെ ദേവ് പറയുന്നുണ്ട് സച്ചിയിട്ട് അത് പോട്ടെ, വാ വന്ന് കയറിയിരിക്കുക, ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി വേഗം തന്നെ ഞാനിവിടെ ഇറങ്ങിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, ഇരിക്കും, നമുക്ക് രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്തും ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരു മൂലയിലും രേവതി ഇപ്പുറത്തുമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു സീറ്റിൽ പപ്പാതി വെച്ചിരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം കേട്ടോ. രേവതി ആണെങ്കിൽ ഓരോ വളവ് തിരിയുമ്പോൾ സച്ചിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയും സച്ചിനോട് ചേർന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് സച്ചി പറയുകയാണ് രേവതി മര്യാദയ്ക്ക് ഇരിക്കും, എനിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക, ഇങ്ങോട്ടേക്ക് വളയ്ക്കുമ്പോൾ ഞാൻ അറിയാതെ വീണ് പോകുന്നതല്ലേ എന്നൊക്കെ നമ്മുടെ രേവതി പറയട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നേരെ രേവതിയുടെ സൈഡിലേക്കുള്ള വളവ് തിരിയുമ്പോഴത്തേക്കും രേവതി ബാലൻസ് തെറ്റിയിട്ട് പതുക്കെ ഇങ്ങനെ ശരിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി വേണ്ട രേവതിനെ വട്ടം കയറി പിടിച്ച് ഒതുക്കിയെടുത്താണ്. ഇത് കാണുന്ന സമയത്ത് ദേവ് പറയുകയാണ് അതെ പുറകിൽ പാസഞ്ചർ ഉണ്ടെന്ന് വിചാരിച്ച് വേണ്ട വണ്ടി ഓടിക്കാൻ എന്നൊക്കെ ദേവ് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ആകെ ഒരു ചമ്മലോട് കൂടി തന്നെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് രണ്ടുപേരും പിണക്കവും എല്ലാം തന്നെ മറന്നുകൊണ്ട് തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയും ഇങ്ങോട്ടും പരസ്പരം ഒളികണ്ണിട്ടെന്നൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് വലിയ താമസമില്ല, അതായത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാണാമേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.